പാഠം 308. കടുവായെ കിടുവ പിടിച്ചു. ഈശ്വര, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. ഇന്നാണ് രാമപ്പണിക്കർ പറഞ്ഞ ചൊവ്വാഴ്ച. എന്താ അനിഷ്ടം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും അത്തരം പ്രശ്നങ്ങളും ഉണ്ടാവാതെ കാത്തോളണേ. ഇന്നത്തെ ദിവസം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയ അടുത്ത 2ാം ശനിയാഴ്ച ഉറപ്പായിട്ടും ഞാൻ ഗുരുവായൂർ വന്ന് തൊഴുതോളാമേ. ഗുരുവായൂർക്ക് പോകുന്ന കാര്യമാണല്ലോ. അപ്പൊ സംഗതി എന്തോ സീരിയസ് ആണ്. പ്രമോഷനാണോ സ്ഥലം മാറ്റമാണോ ഇനി പ്രശ്നം? സത്യത്തിൽ രാമപ്പണിക്കർ പറഞ്ഞതിൽ നിന്ന് ഒന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആകെ കുടുങ്ങിയിരിക്കുക. ആകെ തീർച്ചയുള്ള വിഷയം ഈ ചൊവ്വാഴ്ചയുടെ കാര്യത്തിൽ മാത്രമാണ്. ഇത് സാധാരണ പ്രശ്നമല്ലല്ലോ. ആരായി രാമപ്പണിക്കര്? ഇത്തരം കാര്യങ്ങൾ മനുഷ്യൻ വിചാരിച്ചൊന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ നോക്കിക്കോളേ. എന്താണോ എന്തോ. കാര്യം എന്തെന്ന് പറഞ്ഞാ ഭാമ കളിയാക്കും. അവൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും വിശ്വാസമില്ല. ലോകത്തുള്ള സകല കാര്യങ്ങളും മനുഷ്യനറിയാവുന്നതാണ് അവളുടെ ധാരണ. അതുകൊണ്ട് അവളോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അവളുടെ കാര്യത്തിലെ പേടി. വലിയ എടുത്തിയേട്ടക്കാരി ആയതുകൊണ്ട് എന്തെങ്കിലും അപകടം വരുത്തി വെച്ചാലോ? ഒന്നും വരാതെ നോക്കിക്കൊള്ളേ. ഹലോ, അത് സത്യഭാമയാണ്. ആ വിധേ, ഞാൻ ഇറങ്ങാൻ പോവാ. മണി 9 ആയുള്ളൂ. കൃത്യം 9:15 ഞാൻ അവിടെ എത്തും. സാധാരണ സാറേ എത്ര മണിക്കാ പോണേ? ആ, അപ്പൊ പേടിക്കാനില്ലെന്നേ. അതിനു മുന്നേ ഞാൻ എത്തുന്ന സാധാരണ സാറിനോട് പറഞ്ഞോളൂ. ശരി. നീ ഇങ്ങോട്ട് നേരത്തെ ഒന്നും പറയണ്ടല്ലേ മോഹനേട്ടാ. സദാനന്ദ സാറിന് ഇന്ന് ഹൈക്കോടതി ഒരു കേസുണ്ട്. 10 മണിയുടെ ട്രെയിനിന് പോകുന്നു. 9:20 ഓഫീസിൽ നിന്ന് ഇറങ്ങുമെന്നാ പറഞ്ഞേക്കണേ. അതിനു മുന്നേ എനിക്ക് അവിടെ എത്തണം. അതൊക്കെ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ഇന്നലെ നീ പോയതും അതേ ഓഫീസിൽ തന്നെയല്ലേ? അത്യാവശ്യ കാര്യം വലുത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ചെയ്തു തീർക്കണമായിരുന്നു. അതല്ല മോഹനേട്ടാ, ഇന്നലെ വൈകുന്നേരം ഞാൻ പോരുമ്പോഴും സദാനന്ദ സാർ പോകുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. സാറിന്റെ പരിചയത്തിൽ ഏതോ വക്കീലാണ് ഇന്ന് ഹാജരാകാൻ വേണ്ടി ഇരുന്നത്. അയാൾക്ക് എന്തോ അസൗകര്യം ഉണ്ടെന്ന് രാത്രി വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് സാറ് പോകാൻ തീരുമാനിച്ചത്. പോകുന്നതിന് മുന്നേ ഇവിടുത്തെ 1-2 കേസിന്റെ കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഇന്ന് രാവിലെയാണ് സാറിനോട് വിളിച്ചു പറയുന്നത്. കൊള്ളാം. സദാനന്ദ വക്കീലിന്റെ ട്രെയിൻ 10 മണിക്ക്. അതിൽ കയറണമെങ്കിൽ 9:20 അയാൾ ആഫീസിൽ നിന്ന് ഇറങ്ങണം. പക്ഷേ ഇപ്പോ സമയം 9:03. ഇനി എങ്ങനെ നീ 9:20 ആഫീസിലെത്തും? നടക്കില്ല. മോഹനേട്ടൻ പോകുന്ന പോലെ കൊടയും കുത്തിപ്പിടിച്ച് നടന്നല്ല ഞാൻ പോകുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു സ്കൂട്ടർ ഉണ്ട്. അതിൽ കയറി ഒരൊറ്റ പോക്ക്. ഏറെ വന്നാൽ 10 മിനിറ്റ് മതി എനിക്ക് ഓഫീസിലെത്താൻ. ഇതാണ് മോഹനേട്ടൻ ഞാൻ പറയുന്നത്. ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടക്കുന്നു. അത് പറയുമ്പോ കാർബൺ മോണോക്സൈഡ്, പരിസ്ഥിതി മലിനീകരണം എന്നെല്ലാം പറഞ്ഞോണ്ട് വരും. സത്യത്തിൽ മോഹനേട്ടൻ ഒരു സ്കൂട്ടർ വാങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. നീ ഇപ്പോ എനിക്ക് സ്കൂട്ടർ വാങ്ങാൻ നിന്നാൽ സാധാരണ വക്കീല് അങ്ങേരുടെ പാട്ടിന് പോകും. ഇന്ത്യൻ റെയിൽവേ അങ്ങേർക്ക് സ്ത്രീധനം കിട്ടിയെന്നല്ലോ. നമ്മള് മോഹനേട്ടൻ ഒരു സ്കൂട്ടർ തരാമായിരുന്നു. വെറുതെ കിട്ടിയതാണല്ലോ എന്ന് ഓർത്തെങ്കിലും മോഹനേട്ടൻ അത് ഉപയോഗിച്ചേ. ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറ്റാൻ എന്റെ പേര് തേക്കൻകാട്ടിൽ പീതാംബരൻ എന്നല്ല, മോഹനകൃഷ്ണനാണ്. അങ്ങനെ രാവിലെ ഐശ്വര്യമായിട്ട് തന്തയ്ക്ക് വിളിയും കേട്ടു. ഇനി എനിക്ക് പോകാലോ അല്ലേ? ശരി. അപ്പൊ ശരി. മോഹനകൃഷ്ണനെ കൊണ്ട് നീ സ്കൂട്ടർ വാങ്ങിപ്പിച്ച കണക്ക് തന്നെ. മോഹനേട്ടാ, ഞാൻ ഇറങ്ങുവാണേ.
കുന്തം ഇതെന്താ കുഴപ്പമുണ്ടല്ലോ. ഇതൊരു പുതിയ സംഭവമൊന്നും അല്ലല്ലോ. ഇതിനെന്താണ് കുഴപ്പമൊന്നും ഇല്ലാത്തത്? മോഹനേട്ടാ, എന്റെ ഈശ്വര സമയം പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. ഇപ്പോ 9:05. ഇനി നീ എങ്ങനെ പോയാലും 9:20 വക്കീൽ ആഫീസിലെത്തില്ല. അങ്ങനെ തോറ്റു കൊടുക്കുന്നതല്ല സത്യഭാമ. ഈ സ്കൂട്ടർ വാങ്ങുന്നതിന് മുന്നേയും ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ട്. നീ പോകുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. 9:20 നീ ആഫീസിലെത്തില്ല എന്നാ പറഞ്ഞത്. സ്കൂട്ടർ ഇല്ലെങ്കിൽ വേറെ വഴിയുണ്ട്. അതേത് വഴി? സുരേഷിന്റെ ഓട്ടോറിക്ഷ. ഹലോ, സുരേഷ് അല്ലേ? സുരേഷേ, ഞാൻ സത്യഭാമയാ, അഡ്വക്കേറ്റ്. സുരേഷ് ഇപ്പൊ എവിടെയാ? ആണോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ വരെ വരുമോ? എനിക്കിന്ന് ഓഫീസ് വരെ പോണം. ആ സ്കൂട്ടർ കേടായി, പെട്ടെന്ന് വരണേ. സുരേഷ് അമ്പലത്തിനടുത്തുണ്ട്. അവിടുന്ന് ഇവിടെ എത്താൻ 2 മിനിറ്റ് മതിയല്ലോ. പക്ഷേ അതുകൊണ്ടെന്താ കാര്യം? അപ്പോഴേക്കും 9:08 ആവും. 9:08 നീ ഇവിടെ ഇറങ്ങി ഓട്ടോറിക്ഷ കയറി വക്കീൽ ഓഫീസിൽ എത്തുമ്പോഴേക്കും എന്തായാലും 9:20 കഴിയും. സാധാരണ വക്കീൽ സ്ഥലം വിടുകയും ചെയ്യും. സുരേഷ് അല്ലേ ഓട്ടോ ഓടിക്കുന്നത്? നല്ല സ്പീഡാന്നേ. സുരേഷിന് ഇവിടുന്ന് അവിടെ എത്താൻ 10 മിനിറ്റ് വേണ്ടെന്തായാലും. സുരേഷ്, ഞാനാ മോഹനേഷൻ, വില്ലേജ് ഓഫീസർ. ഭാമ ഇപ്പൊ വിളിച്ചല്ലോ. പിന്നെ അവളുടെ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി പോയി. അതുകൊണ്ട് ഓട്ടോ വേണ്ട. അതിന് ആവശ്യമില്ല. തിരിച്ചു പൊയ്ക്കോളൂ. തിരിച്ചു പൊയ്ക്കോളൂ. ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ചോളാം. ശരി. നീ പോകുന്ന എനിക്കൊന്ന് കാണണം. ചെല്ലാന്ന് പറഞ്ഞും പോയി. ഇനി ചിന്തന സാധാരണ സാർ എന്ത് വിചാരിക്കും? ഈ സുരേഷ് ഇത് ഇവിടെ പോയി കിടക്കുക. ഇത്ര സമയം പോരാ അമ്പലത്തിന്റെ അടുത്ത് ഇവിടെ എത്താൻ? എന്ത് സുരേഷ് വന്നില്ലേ? അല്ലെങ്കിൽ കണ്ടൂടെ? അമ്മേ, ഇനിയിപ്പോ സുരേഷ് വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവന്റെ വണ്ടി ഓട്ടോറിക്ഷ അല്ലേ, പ്ലെയിൻ ഒന്നും അല്ലല്ലോ. നീ ഫോൺ ചെയ്ത് സാധാരണ വക്കീലിനോട് കാര്യം എന്താണെന്ന് ചോദിക്കുക. എന്തായാലും നീ 9:20 ഓഫീസിൽ എത്തില്ല. സുരേഷിന് ഞാൻ വെച്ചിട്ടുണ്ട്. അഭാമ, ഞാൻ പറയുന്ന കേക്ക്. ഇപ്പോ സമയം 9:10. ഇനിയിപ്പോ സുരേഷ് വന്നിട്ട് കാര്യമില്ലല്ലോ. നീ എന്തായാലും 9:20 വക്കീൽ ഓഫീസിലെത്താൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഫോൺ ചെയ്ത് കാര്യം തിരക്കിയാൽ മതി. എത്തുമോ എത്തില്ലല്ലോ എന്നുള്ളതല്ല പ്രശ്നം. വരാന്ന് പറഞ്ഞിട്ട് വരാതിരുന്ന സുരേഷിനോട് 2 പറഞ്ഞിട്ട് സാധാരണ സാറിനെ വിളിക്കാം. അയ്യോ, ഇങ്ങോട്ട് സുരേഷ് വിളിക്കുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ തന്നെ നമ്മള് ഈ ഓട്ടോക്കാരുമായിട്ടുള്ള അനാവശ്യമുള്ള അടുപ്പൊന്നും പാടില്ല. നീ സാധാരണ വക്കീലിനെ വിളിച്ച് വരില്ലാന്ന് പറയും. ശരി, മോനോട്ട് മാറി. ഞാൻ സാധാരണ സാറിനെ വിളിക്കട്ടെ. വേഗം വിളിക്കുക. വേഗം വിളിച്ചിട്ട് വരില്ലെന്ന് പറഞ്ഞേക്ക്. ബെല്ലുണ്ട്. നന്നായി. ഹലോ, ഞാൻ സത്യഭാമയാണ്. സുരേഷ് എന്താ വരാന്ന് പറഞ്ഞിട്ട് വരാതിരുന്നത്? മോഹനോ? എപ്പോ? സ്കൂട്ടർ ശരിയായെന്നോ? ശരി 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 സുരേഷ്. കണ്ണു കാണാൻ പറ്റുന്നില്ല. ഇവിടെ എന്താ മോഹനയുടെ ഉദ്ദേശം? ഈ ഓട്ടോറിക്ഷ വന്നാലും നീ 9:20 ഓഫീസിലെത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കരുതി വെറുതെ എന്തിനാ പൈസ ഉള്ളതെന്ന്. അതുകൊണ്ട് വെറുതെ സുരേഷിനെ വിളിച്ച് വരണ്ടെന്ന് പറഞ്ഞു പോയി. സോറി. നീ പെട്ടെന്ന് സാധാരണ വക്കീൽ വിളിക്ക്. വക്കീല് പെട്ടെന്ന് ഇറങ്ങി എങ്ങോട്ടല്ലേ പോയാലോ. ഞാൻ എന്തോ മറന്നല്ലോ. രാവിലെ പത്രം വായിച്ചില്ലായിരുന്നു. ഇങ്ങനെയുണ്ട് ഒരു പിശുക്കൻ. ഈ മനുഷ്യനെ കൂടി ഞാൻ തോറ്റു.
ഹലോ വിദ്യ, എന്റെ സ്കൂട്ടർ സ്റ്റാർട്ട് ആവുന്നില്ല. പറഞ്ഞ സമയത്ത് എന്തായാലും എത്താൻ പറ്റും തോന്നില്ല. നീ സദാനന്ദ സാറിനോടൊന്ന് പറയൂ. ഞാൻ വിളിച്ച സാറ് ചൂടാവും. പ്രധാനപ്പെട്ട കാര്യം വല്ലതുമാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ശരി. ഈ കടുവ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. മോഹനേട്ടാ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം. മോഹനേട്ടന്റെ ഉദ്ദേശം എന്താണ്? എന്തുദ്ദേശം? പ്രേമമൂത്ത് പ്രാന്തായെന്നും ആദ്യമൂത്ത് വട്ടായെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പിശുക്കുമൂത്ത് പ്രാന്താന്ന് ആദ്യത്തെ ആളായിരിക്കും മോഹനേട്ടൻ. സുരേഷിന്റെ ഓട്ടോയിൽ നിന്ന് ഇവിടുന്ന് വക്കീൽ ആഫീസ് വരെ പോയാൽ പരമാവധി ചെലവാകുന്നത് 25 രൂപയാണ്. ഞാൻ ചെല്ലുന്നതിന് മുന്നേ സദാനന്ദ സാറ് പോയാലും പരമാവധി നഷ്ടം ആ 25 രൂപയല്ലേ? ആ കാശ് ചെലവാകുമല്ലോ എന്ന് ഓർത്ത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ മോഹനേട്ടൻ ആ സുരേഷിനോട് വരണ്ടെന്ന് പറഞ്ഞത്? സദാനന്ദ സാറിന് എന്നോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമാണെങ്കിലോ അതുപോലെ ഉണ്ടാവുന്ന നഷ്ടം എത്ര രൂപയായിരിക്കും? മോഹനേട്ടാ, മോഹനേട്ടനോടാ ഞാൻ ചോദിച്ചേ ആ വൃത്തിയുടെ കാണിച്ച എന്തിനാണെന്ന്. നീ ഓട്ടോയിൽ കയറി കഴിയുമ്പോ സുരേഷിനോട് പറയും നിനക്ക് 9 രൂപ മുമ്പ് വക്കീൽ ഓഫീസിൽ എത്തണമെന്ന്. അതോടെ സുരേഷ് ഇടവും വല്ലതും നോക്കാതെ വണ്ടി ഓടിച്ചങ്ങ് പോവും. അങ്ങനെ പോയ വല്ല അപകടം ഉണ്ടായാലോ? അപ്പൊ എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വീടിന് പുറത്തിറങ്ങാൻ പറ്റാതാവൂലോ. വണ്ടി അപകടത്തിൽ പെടണമെങ്കിൽ ഒരുപാട് വേഗത്തിൽ പോകണമെന്നൊന്നും ഇല്ല. അല്ല, ഇന്നൊരു ദിവസത്തെ പ്രശ്നമുള്ളൂ. നാളെ നീ പൊയ്ക്കോ. ഇന്നെന്താണ് കുഴപ്പം? ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ലെന്ന് എനിക്ക് പെട്ടെന്ന് അങ്ങ് തോന്നി. അതുകൊണ്ട് ഞാൻ സുരേഷിനോട് വരണമെന്ന് പറഞ്ഞു. അത്ര തന്നെ. നാളെ രാവിലെ ഇനി അങ്ങനെ തോന്നിയ? നാളെ തോന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇന്നൊരു ദിവസത്തെ കുഴപ്പമുള്ളൂ. പറഞ്ഞാലും മനസ്സിലാവും. കണ്ടോ, ഇത് അടവാണ്, അടുത്ത അടവ്. നാളെ നേരം വെളുക്കോ പുതിയ അടവായിട്ട് കൊണ്ട് വാ. സത്യത്തിൽ രാമപ്പണിക്കർ പറഞ്ഞതിൽ നിന്ന് ഒന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആകെ കുടുങ്ങിയിരിക്കുക. ആകെ തീർച്ചയുള്ള വിഷയം ഈ ചൊവ്വാഴ്ചയുടെ കാര്യത്തിൽ മാത്രമാണ്. ആ പ്രാർത്ഥനയിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നല്ലോ. എന്താ പ്രശ്നം? മോഹനേട്ടാ, ആരായി രാമപ്പണിക്കര്? രാമപ്പണിക്കർ അറിഞ്ഞൂടെ? ഏത് ഗോപിപ്പണിക്കര്? ഓ, അറിയില്ല. ആദ്യം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് ഇപ്പൊ പറയുന്നു ഇന്നത്തെ ദിവസത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഉറപ്പാണ് ഈ രാമപ്പണിക്കർ എന്ന് പറയുന്ന യോഗ്യന്റെ വക എന്തോ ഒരു ഭീഷണി ഉണ്ടെന്ന്. ആരായാള്? വലിയ ജോലിസനാ. കൊറേ കാലം ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇന്ത്യ മുഴുവൻ യാത്രയെന്നാ പറയുന്നത്. ഒരാഴ്ച മുമ്പ് ഒരു ദിവസം ഉത്തമനാ പറയുന്നത് രാമപ്പണിക്കർ തിരിച്ചു വന്നു. നമസ്കാരം സാർ. സാറ് ഭയങ്കര സംഭവം അറിഞ്ഞാണ്. നമ്മുടെ മറ്റേ രാമപ്പണിക്കർ തിരിച്ചു വന്നു. ഏത് രാമപ്പണിക്കർ? അതൊന്ന് വർത്താനാണ് സാറേ. പണ്ട് നമ്മുടെ ഗോവിന്ദകുട്ടിയുടെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഒരു രാമപ്പണിക്കരെ സാറ് മറന്നുപോയാ? ഓ, രാമപ്പണിക്കർ ഒരു കാര്യം പറഞ്ഞ അത് അച്ചട്ടായിരിക്കുമെന്ന് നാട്ടിലൊരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നല്ല. കുന്നുംപുറത്തെ വേലായുധനെ ഒരു ആന കുത്തി കൊല്ലുമെന്ന് പണിക്കര് പറഞ്ഞതിന്റെ 7ാം ദിവസം കൃത്യമായിട്ട് അയാൾ ആന കുത്തി കൊന്നില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് വില്ലേജ് ഓഫീസിൽ ഉണ്ടായിരുന്ന പ്യൂൺ ശിവൻകുട്ടിയുടെ അമ്മ പാമ്പ് കടിച്ച് മരിക്കുമെന്ന് രാമപ്പണിക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് പേടിച്ച് വീടിന്റെ പുറത്തിറങ്ങായിരുന്ന ശിവൻകുട്ടിയുടെ അമ്മയെ വെറുകുട്ടിനകത്തിരുന്ന പാമ്പ് കൊത്തിയെന്നും ശിവൻകുട്ടിനെ പറഞ്ഞിട്ടുണ്ട്. ഈ പണിക്കർ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് എന്ത് പ്രസക്തി? സത്യത്തിൽ നമ്മളൊക്കെ എവിടെയെങ്കിലും ആണോ? ഇന്നലെ ഇവിടെയായിരുന്നവർ ഇന്ന് മറ്റൊരിടത്ത്. ഇന്നലെ ജീവിച്ചിരുന്നവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒന്നും ശാശ്വതമല്ല, ഒന്നും സത്യവുമല്ല. കുറച്ചു കാലം ഞാൻ ഹിമാലയത്തിലായിരുന്നു. കൊടും തപസ്. അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് എനിക്കൊരു വെളിപാടുണ്ടായി. രാമ, നീ ഇങ്ങനെ ഹിമാലയത്തിൽ തപസ് ചെയ്തിട്ട് നിന്റെ ആത്മാവിനെ മാത്രം രക്ഷിച്ചിട്ട് എന്ത് കാര്യം? നിന്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? ഒട്ടും താമസിച്ചില്ല.
സൂക്കേഴ്സും എടുത്ത് ഞാനിങ്ങ് പോന്നു. അതെന്തായാലും വളരെ നന്നായി സ്വാമിൻ. ഇവിടുന്ന് അങ്ങോട്ട് പോയതിൽ പിന്നെ കൊള്ളാന്നുള്ള ഒരു ജോത്സ്യനില്ലാതെ ഈ നാട്ടുകാർ കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു. ഈ നിൽക്കുന്ന വില്ലേജ് ഓഫീസർ മോഹനേഷ് സാറിന് പണിക്കർ അദ്ദേഹത്തോട് എന്തോ ചോദിക്കണമെന്ന് പോലും. ചോദിച്ചോളൂ. അല്ല, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ ഞാനാണ് ഒന്നാമത്. പക്ഷേ പ്രമോഷന്റെ കാര്യം ഒന്നും ആയിട്ടില്ല. ഏകദേശം എന്നത്തേക്ക് പ്രൊമോഷൻ കിട്ടാനിടയുണ്ട് എന്ന് പറയാൻ പറ്റുമോ? എന്താ നാള്? തിരുവാതിര. തിരുവാതിര നക്ഷത്രം. തൊഴിൽ വില്ലേജ് ഓഫീസർ. എന്താ പണിക്കർ അദ്ദേഹം? ചില കുഴപ്പങ്ങൾ കാണുന്നുണ്ടല്ലോ വില്ലേജ് ഓഫീസറെ. കുഴപ്പമെന്ന് വെച്ചാല് ഒരു വലിയ അപകടം ഞാൻ കാണുന്നു. വാഹനവുമായി ബന്ധപ്പെട്ടതാണ്. ജീവഹാനി സംഭവിക്കണമെന്നില്ല, പക്ഷേ വളരെ ഗുരുതരമായ ഒരു പരിക്കു പറ്റുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഞാൻ വാഹനമൊന്നും ഉപയോഗിക്കാറില്ലല്ലോ സാറേ. സ്വാമി, വാഹനാപകടത്തിൽപ്പെടണമെങ്കിൽ വാഹനം ഉപയോഗിക്കണമെന്നില്ലല്ലോ. വെറുതെ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോ പാണ്ടി ലോറി വന്നിടിച്ച് മരിച്ചു പോകാന്നുള്ളല്ലേ ഉള്ളൂ. അപകടം വില്ലേജ് ഓഫീസർക്ക് തന്നെ ആകണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട മറ്റാരെങ്കിലും ആകാം അപകടത്തിൽപ്പെടുന്നത്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, ഉറ്റ സുഹൃത്തുക്കൾ, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം. ഞാനും സാറും വെറും പരിചയക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്വാമി ഉദ്ദേശിക്കുന്ന പോലെ ഉറ്റ സൗഹൃദം നമ്മൾ തമ്മിലില്ല. ഉണ്ടോ സാറേ? ഉണ്ടാ? ചൊവ്വാഴ്ച ദിവസമാണ് അപകട സാധ്യത. മറ്റു ദിവസങ്ങളിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ചൊവ്വാഴ്ച സൂക്ഷിക്കണം. പറ്റുന്നിടത്തോളം വാഹനങ്ങളിൽ നിന്നും റോഡിൽ നിന്നും മാറി നിൽക്കണം. വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് ഉത്തമം. പക്ഷേ അതുകൊണ്ട് കാര്യങ്ങൾ തീർത്ത് സേഫ് ആണെന്ന് പറയാൻ പറ്റൂല. ഈ മോനേഡ് സാറ് സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചപ്പോ സ്റ്റേറ്റ് ബാങ്കിന്റെ ദാമോദര സാറിന്റെ വീടിന്റെ അടഞ്ഞു കിടന്ന ഗേറ്റ് ഇടിച്ച് തുറന്ന് അകത്ത് കയറി കിണറിന്റെ കരയിൽ പമ്പ് നന്നാക്കിക്കൊണ്ടിരുന്ന ദാമോദര സാറിന്റെ അച്ഛനെ ഇടിച്ച് കിണറ്റിനകത്ത് വരെ ഇട്ടിട്ടുണ്ട് സാറ്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നാണ് പ്രമാണം. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. കൊള്ളാം. അപ്പോ ആ പണിക്കരുടെ വാക്ക് കേട്ട് ഇന്നത്തെ ദിവസം എനിക്കെന്തോ അപകടം പറ്റാൻ പോവുകയാണെന്ന് മോഹനേട്ടൻ കണക്കൂട്ടി. വിശ്വസിക്കാൻ പറ്റും ഭാമേ? ഈ രാമപ്പണിക്കർ പ്രവചിച്ചതൊന്നും നടക്കാതിരുന്നിട്ടില്ല. അത്രയ്ക്ക് കഴിവുള്ള ആളാ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലുമോ ഈ ചൊവ്വാഴ്ച ദിവസം വാഹനവുമായി ബന്ധപ്പെട്ട അപകടം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവഹാനി ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും അത് ഗുരുതരമായ പരിക്ക് പറ്റുമെന്ന് പണിക്കർ തീർത്തു പറഞ്ഞു. മോഹനേട്ടാ, ഇതുപോലുള്ള ഓരോ ജ്യോത്സ്യന്മാരുടെയും സിദ്ധന്മാരുടെയും പേരിൽ എന്തെല്ലാം അബദ്ധങ്ങളിൽ ഇതിനു മുന്നേ മോഹനേട്ടൻ പോയി വീണിട്ടുണ്ട്. എന്നിട്ട് മോഹനേട്ടൻ പഠിക്കില്ല? അങ്ങനെ പറയരുത് ഭാമേ. രാമപ്പണിക്കരുടെ ഏതെങ്കിലും ഒരു പ്രവചനം തെറ്റായിട്ട് ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല. ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന ആ പ്രമാണം. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കൂ എന്നുകൊണ്ട് പ്രമാണം. ഇതൊന്നും മോഹനേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു രാമപണിക്കൽ വന്നിരിക്കുന്നു മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. വന്ന് ജ്യോത്സ്യത്തിലും ജാതകത്തിലും നക്ഷത്രത്തിലും ദൈവത്തിലും ഒന്നും വിശ്വാസമില്ലാതായി. ആകെ വിശ്വാസം ഇന്ത്യൻ ഭരണഘടന. അതിവിടെ എടുത്ത് മാറ്റിച്ചളയാം. അനുഭവിക്കാം, പഠിച്ചോളൂ. അവേ, ജ്യോത്സ്യം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. അത് പഠിച്ചിട്ടുള്ളവർക്ക് ഭൂതം, ഭാവി, വർത്തമാനത്തെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും. അവർ പറയുന്ന അനുസരിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല.
അല്ലാതെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാമെന്ന് സ്വയം നടിച്ച് ജീവിക്കുന്ന നിന്നെ പോലുള്ളവർ ചെന്ന് ചാടാൻ പോകുന്നത് വലിയ അപകടങ്ങളായിരിക്കും. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല മോഹനേട്ടാ. അങ്ങനെ ഒരാൾക്കും വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റില്ല. കുന്നും പുറത്തെ വേലായുധനെ ആന കുത്തി കൊല്ലുമെന്ന് രാമപ്പണിക്കർ പറഞ്ഞിട്ട് നടന്നില്ലേ? എനിക്കറിയാം, ഞാൻ കേട്ടിട്ടില്ല. ശിവൻകുട്ടിയുടെ അമ്മയെ പാമ്പ് കടിക്കുമെന്ന് പറഞ്ഞിട്ട് കടിച്ചില്ലേ? എനിക്കറിയില്ലല്ലോ. നിനക്കറിയില്ല, നിനക്കൊന്നും അറിയില്ല. അറിവുള്ളവർ പറയുന്നത് കേൾക്കുകയില്ല. അങ്ങനെ കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റുമെങ്കിൽ ഈ ആഴ്ചത്തെ കേരള ലോട്ടറി ഏത് നമ്പറിനാണ് അടിക്കാന്ന് പറയാൻ പറ്റുമല്ലോ, ഇല്ലേ? ആ നമ്പർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ലോട്ടറി വാങ്ങിയാൽ കോടീശ്വരനാവാലോ. മോഹനേട്ടൻ ആ പണിക്കരോട് പോയി ചോദിക്കുക ഏതാ നമ്പർ. മോഹനേട്ടാ, ഒരു കാര്യം പറയുമ്പോ അതിന് കൃത്യത വേണം. മോഹനേട്ടന്റെ കാര്യത്തിൽ അയാൾ എന്താ പറഞ്ഞത്? ചൊവ്വാഴ്ച വണ്ടി ഇടിക്കുമെന്ന്. ഏത് ചൊവ്വാഴ്ച എന്നില്ല. ആരെ വണ്ടി ഇടിക്കുമെന്ന് ചോദിച്ചാലോ, മോഹനേട്ടന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളായി. അതും ആരാണെന്ന് അറിയില്ല. ചുരുക്കത്തിൽ മോഹനേട്ടന്റെ പരിചയത്തിലുള്ള ആരെയെങ്കിലും ഏതെങ്കിലും ചൊവ്വാഴ്ച വണ്ടി ഇടിച്ചാൽ പ്രവചനം ഫലിച്ചു എന്ന് പറയാലോ. ഇതാണോ പ്രവചനം? ഇതൊരുമാതിരി തിങ്കളാഴ്ച മഴ പെയ്യും എന്ന് പറഞ്ഞ പോലെ പോയി. ഏത് തിങ്കളാഴ്ച എന്നില്ല, എവിടെ മഴ പെയ്യൊന്നുമില്ല. ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച മഴ പെയ്താ മതിയല്ലോ. ഉത്തമനാണ് നിന്റെ സംശയം. ഉത്തമം തീർത്തേരും. എനിക്ക് സംശയമൊന്നുമില്ല. നീ വാ. വരാൻ. നമസ്കാരം സാറേ. സാർ, ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. സംഭവം അവിടെ നിൽക്കട്ടെ. രാമപ്പണിക്കരെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താണ്? അതിപ്പോ അങ്ങനെ ചോദിച്ചായി. ഇതുവരെ രാമപ്പണിക്കർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നടക്കാതിരുന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ട് ഈ ഭാമയ്ക്ക് വിശ്വാസമില്ല. രാമപ്പണിക്കർ ഒരു തട്ടിപ്പുകാരനാണെന്ന് വരെ ഇവൾ പറഞ്ഞു. അയ്യോ, രാമപ്പണിക്കർ അങ്ങനെ തട്ടിപ്പുകാരൊന്നുമല്ല കേട്ടോ. അല്ല, പണിക്കർ പറഞ്ഞ പോലെ കുന്നും പുറത്തെ വേലായുധനെ ആന കുത്തി മരിച്ചില്ലേ? ശിവൻകുട്ടിയുടെ അമ്മയെ പാമ്പ് കടിച്ചില്ലേ? ശരി തന്നെ കേട്ടോ. ഉത്തമ, അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഭാമ കേൾക്കില്ല. ഇവൾക്ക് എല്ലാ കാര്യങ്ങൾക്കും യുക്തി വേണം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സൂക്ഷിക്കണമെന്നും എനിക്കോ എനിക്ക് വേണ്ടപ്പെട്ടവർക്കോ വാഹന അപകടം ഉണ്ടാകുമെന്നും പണിക്കർ പറഞ്ഞതുകൊണ്ട് ഇന്ന് വക്കീലാഫീസ് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവളെന്നെ കളിയാക്കുന്നു. ഒരു മുന്നറിയിപ്പ് കിട്ടിയ സ്ഥിതിക്ക് സൂക്ഷിക്കുന്നതല്ലേ നല്ലത്? അല്ല, അത് ശരി തന്നെയാണ് സാറേ. സാറിന് ഈ രാമപ്പണിക്കരെ നേരത്തെ പരിചയമുണ്ടല്ലേ? അതെന്താ? സാറ് രാമപ്പണിക്കരും തമ്മിൽ ഇത്രയും അടുത്ത സൗഹൃദം ഉണ്ടെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ചൊവ്വാഴ്ച ദിവസം സാറിനെയോ സാറിന്റെ അച്ഛനെയോ സാറിന്റെ അമ്മയെയോ ഭാര്യയെയോ ഉറ്റ സുഹൃത്തിനെയോ വണ്ടി ഇടിക്കുമെന്നല്ലേ ഈ പണിക്കര് പറഞ്ഞത്? ഇത് പറഞ്ഞ പണിക്കരെ വണ്ടി ഇടിച്ചു. രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ചായയും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ മീനും കയറ്റി വന്ന ഒരു ടെമ്പോ പണിക്കരുടെ കൃത്യം മുമ്പിൽ ഇങ്ങനെ കണ്ണടച്ച് ബ്ലിങ്കി എന്ന് തുറക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പണിക്കര് തല കുത്തനെ റോഡിൽ കിടക്കുന്നു. ഇടത്തെ കൈയും വലത്തെ കാലും ഒടിഞ്ഞു തൂങ്ങി. നട്ടലിന് ചെറിയ പൊട്ടലുണ്ടോന്നൊരു സംശയം ഉണ്ടെന്ന്. പണിക്കര് പറഞ്ഞ അച്ചട്ടാണ്, ജീവഹാനി ഉണ്ടാവൂല, ഗുരുതരമായ പരിക്കേ ഉണ്ടാവൂ എന്നല്ലേ എന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ഈ പണിക്കർക്ക് പറ്റിയത്. എന്നാലും ഈ പണിക്കര് സാറിന്റെ ഇത്രയും അടുത്ത സുഹൃത്തായിരുന്നെന്ന് എന്നോട് പറയാതിരുന്നത് വളരെ മോശമായി പോയി. ഈ സംഭവം അറിഞ്ഞ ഉടനെ സാറിനെ അറിയിക്കാൻ വേണ്ടി ഓടി വന്നതാണ് ഞാൻ. ഈ പണിക്കരെ കൊണ്ടുപോയിരിക്കുന്നത് സാറേ, ഈ പണിക്കരെ കൊണ്ടുപോയിരിക്കുന്നത് സർക്കാർ ആശുപത്രിയിലേക്കാ. ഞാനൊന്ന് പോയി നോക്കട്ടെ. വല്ല ആവശ്യവും വരികയാണെങ്കിൽ സഹായത്തിന് ആരുമില്ല. പണിക്കരാണെങ്കിൽ വിവാഹം കഴിക്കാതെ ഒറ്റ തടിയായിട്ട് നിൽക്കുകയല്ലേ. ശരി, അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? നാട്ടുകാർക്ക് വരാൻ പോകുന്ന അപകടങ്ങളെ പറ്റിയൊക്കെ പണിക്കർക്ക് വലിയ നിശ്ചയമായിരുന്നു. കുന്നുപുറത്ത് വേലായുധനെ ആന കുത്തും, ശിവൻകുട്ടിയുടെ അമ്മയെ പാമ്പ് കടിക്കും. പക്ഷേ സ്വന്തം കാര്യം മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റിയില്ല. അതെന്താ മോഹനേട്ടാ അങ്ങനെ? ഇനിയെങ്കിലും മനസ്സിലാക്കൂ, ഇതൊക്കെ ശുദ്ധ അന്ധവിശ്വാസമാണ്. ഇങ്ങനെ വരാൻ പോകുന്ന കണ്ണുപൂട്ടി പ്രവചിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ
സുരേഷിനെ ഫോൺ ചെയ്ത് വരണ്ട എന്ന് പറഞ്ഞത് എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാലും അതെന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്നോർത്ത് മാത്രം ഞാനതങ്ങ് ക്ഷമിച്ചു. അത് പോട്ടെ മോഹനേട്ടാ, സ്കൂട്ടർ സ്റ്റാർട്ടാവാതെ കൊണ്ടാണല്ലോ ഞാൻ സുരേഷിന്റെ ഓട്ടോ പിടിച്ചത്. ഓട്ടോയിൽ പോയാൽ അപകടം ഉണ്ടാവുമല്ലോ എന്നോർത്ത് മോഹനേട്ടൻ അത് മുടക്കി. അപ്പോ സ്കൂട്ടർ സ്റ്റാർട്ടായിരുന്നെങ്കിലോ? സ്കൂട്ടർ പോയാൽ അപകടം ഉണ്ടാവില്ലേ? നീ സ്കൂട്ടറിൽ പോകില്ല എന്ന് എനിക്കറിയായിരുന്നു. അതെങ്ങനെയാ? മോഹനേട്ടൻ പിടിച്ചോ ജോത്സ്യം? ജോത്സ്യൊന്നുമല്ല, പിന്നെ സ്കൂട്ടറിലെ പെട്രോൾ മുഴുവൻ ഞാൻ രാവിലെ ഊറ്റിയെടുത്തായിരുന്നു. ഒരു കുപ്പിയിലാക്കി പുറകുവശത്തെ വരാന്തയിലെ ബെഞ്ചിന്റെ അടി വെച്ചിട്ടുണ്ട്. കൊള്ള വില്ലേജ് ഓഫീസറെ, ആള് കൊള്ളാലോ. സ്നേഹം കൊണ്ടല്ലേ? ഇത് കാവ്യനീതിയായി പോയി. മോഹനകൃഷ്ണൻ ഉണ്ടാവാൻ പോകുന്ന അപകടത്തെപ്പറ്റി കൃത്യമായി മുന്നറിയിപ്പ് നൽകിയ രാമപ്പണിക്കർ അതേ അപകടത്തിൽപ്പെട്ട ആശുപത്രിയിലായെന്ന വാർത്ത കേൾക്കുമ്പോൾ ചിരിക്കാതെ എന്ത് ചെയ്യും? മനുഷ്യന്റെ ഭാവി തീരുമാനിക്കുന്നത് അവന്റെ കർമ്മങ്ങൾ മാത്രമാണെന്ന പലവട്ടം പറഞ്ഞ ന്യായം ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഇന്നത്തേക്ക് വിടാം. പുതിയ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.